പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹോളി കമ്മ്യൂണിയൻ്റെ സുദിനമാണ്. ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു ഡെക്കറേഷൻ്റെ ഒക്കെ, അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ജോയ്സിൻ്റെയും റാണിയുടെയും മോളും അതുപോലെ തന്നെ രൂപൻ്റെയും സ്മിതയുടെയും മക്കളും പള്ളിയിലെ ചടങ്ങെല്ലാം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വന്നു. അവരപ്പം നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഓഡിയൻസൊക്കെ ഇരിക്കുന്നു, അവരെ നോക്കുന്നു. അവരുടെ കൂട്ടുകാർ അവരെ ഡാൻസൊക്കെ ചെയ്ത് ആനയിച്ച് കൊണ്ടുവരുവാണ്. അവർ മാത്രമല്ല, അവരുടെ പേരൻസും ഉണ്ട്. രൂപനും സ്മിതയും അതുപോലെ തന്നെ ജോയ്സിനും റാണിയും എല്ലാവരും ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നേക്കുന്ന പേരൻസും ഉണ്ട്. റാണിയുടെ ഫാദറും ഉണ്ട്, ജോയ്സിൻ്റെ മമ്മിയുണ്ട്, അതുപോലെ തന്നെ രൂപൻ്റെ പേരൻസ്, അവരുടെ സഹോദരങ്ങൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ ഈ സൈഡിൽ, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സൈഡിലുള്ള ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഈ കുഞ്ഞുമക്കളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട്. അവർ കാണിക്കുന്നൊരു ഉന്മേഷം വളരെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഉടുപ്പും നല്ല ഭംഗി കാണാനായിട്ട് നമ്മുടെ നെറ്റൊക്കെ വെച്ച് നല്ല വെള്ള ഉടുപ്പും അതിനോടനുബന്ധിച്ച ഓർണമെൻറ്റ്സും എല്ലാം ഇട്ട് പള്ളിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ കുർബാനയും പാട്ട് കുർബാനയും ഫോട്ടോ എടുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് പ്രാർത്ഥനയും പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡാൻസും ഒരുപാട് പാട്ടുകളും കുറേ പ്രോഗ്രാംസ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ കുഞ്ഞുമക്കളെ നോക്കിയേ, രണ്ടുപേരെയും കാണാനായിട്ട് ശരിക്കും പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക അഴകാണല്ലോ. ഈ നെറ്റൊക്കെ വെച്ച് പൂച്ചണ്ടൊക്കെ പിടിച്ച് നല്ല നീട്ടുള്ള ഉടുപ്പും അതെല്ലാം ഇട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്ന ഒരു രംഗം കാണാൻ തന്നെ ഒരു രസമാണല്ലോ. ടീന എൻ്റെ കൂടെ ഉണ്ട്. ടീന എന്ത് രസമല്ലേ, പെൺപിള്ളേരെ ഒരുക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലേ കാണാനായിട്ട്. അതെ. എനിക്കൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു അല്ലേ. അവരാദ്യമായി വിശുദ്ധ സ്വീകരിച്ച ഈ കുഞ്ഞുമക്കൾ നമ്മുടെ ഇത് കൊടുത്താൽ മാത്രം അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അപ്പൊ എത്രയും എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടുകൂടി നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ എല്ലാവരും ഇങ്ങനെ നിൽക്കണേ. ഹലോ അത് തന്നെ. ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ റിസീവിംഗ് യുവർ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ? You feel good? Excellent. Okay. You want a blessing or you want a good job? Money? Good job. So you all want blessing. ആ ബ്ലെസ്സിങ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുത്തേ. അവർക്ക് നല്ലൊരു ബ്ലെസ്സിങ് കൊടുത്തേ. അവർക്ക് ബ്ലെസ്സിങ് ആണ് വേണ്ടേ. എനർജി ഒട്ടും പോരാട്ടെ. അതാണ് ഓക്കെ. ഈ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് അവരുടെ ഗ്രാൻഡ് പേരൻസ് വന്നിട്ടുണ്ട്. രൂപന്റെ അമ്മയും അപ്പനും ജോയ്സിന്റെ അമ്മയും കൊച്ചുറാണിയുടെ ഡാഡിയുണ്ട്. ആദ്യമായിട്ട് നാട്ടിൽ നിന്നും ഇവരുടെ ഈ പരിപാടി ഈ മക്കളെ ആശംസിക്കാൻ വന്ന ഈ ഗ്രാൻഡ് പേരൻസിന്റെ വിശ്വസനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം മക്കളെ വളർത്തി കുഞ്ഞുമക്കളെ കൂടി വളർത്തിയ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ സ്നേഹവും ദൈവത്തിന്റെ ഭക്തിയും ആ മക്കൾക്ക് എന്നാ ഡാഡി ഒരു ആശംസ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ UK വരുന്നത്. ഷാൻജിമോളുടെ ഡാഡിയാണ് ഞാൻ. ജോയിയുടെ ഈ ധന്യ നിമിഷം, ഈ ആദ്യ കുർബാന സ്വീകരണത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ച ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ജോയ്സിൻ്റെയും ഷാൻജിമോളുടെയും പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ എത്തിയത്. ഈ ധന്യ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈശോയെ കൈക്കൊണ്ട 3 പേർക്കും, ജോയിനിക്കും യബേലിനും ഏഞ്ചലിനും വളരെ ഹൃദയംഗമായ നന്ദിയും പ്രാർത്ഥനയും ആശംസയും അറിയിക്കുകയാണ്. തുടർന്ന് ഇവരുടെ ജീവിതം ഈശോയോട് കൂടി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഡാഡി. അപ്പോൾ ഗ്രാൻഡ് പേരൻസിന്റെ ഭാഗത്തുനിന്ന് മക്കൾക്ക് എല്ലാവിധ ആശംസകളും. നമ്മുടെ ഉടനടി പരിപാടി തുടങ്ങുകയാണ്. പരിപാടി തുടങ്ങുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് അച്ഛനെ
തോമസ് അച്ഛൻ എമർജൻസി ആയിട്ട് പോയി. എങ്കിലും ദൈവം നമുക്ക് മറ്റൊരാളെ തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ വളർത്തുകയും നമ്മുടെ ആത്മീയ ഗുരുവുമായ നമ്മുടെ പ്രിയപ്പെട്ട പോളിച്ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ മക്കളെ പ്രാർത്ഥനയിലും ആശംസകളും നേരാൻ വേണ്ടി പോളിച്ചേട്ടനെ ക്ഷണിച്ചു കൊടുക്കും. ഈശോയെ വിശ്വാസത്തോടെ സ്വീകരിച്ച് ആ സ്വീകരിച്ച ഈശോയിൽ തന്നെ വളരണം. അപ്പോഴാണ് നമ്മളിലുള്ള കൃപ നമുക്ക് മനസ്സിലാക്കാൻ. വിശുദ്ധ പത്രോസ്യ പുണ്യവതിയുടെയൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ച വിശുദ്ധ കുർബാന തന്നെ ജീവിക്കാൻ സാധിച്ചു. ആ ഒരു കൃപ ഈ മക്കളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിച്ച മക്കള് ആ വിശുദ്ധിയിൽ എന്നും ജീവിക്കുവാൻ ഇടവരട്ടെ. ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, കാരണം ഒരു പക്ഷെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. ഇതുവരെ ഈ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്തത് നമ്മുടെ അജോമിയുടെ ഹസ്ബൻഡ് ജൂഡ്. ഞങ്ങളെല്ലാവരും ജൂഡങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ജൂഡങ്ങളാണ്. വളരെ എന്താ പറയണേ, ക്ലിയറായിട്ടും നല്ല സൗണ്ടൊക്കെ ആയിട്ട് ജൂഡങ്ങളൊരു പ്രത്യേക ഇതാണ്, ശൈലിയാണ്. സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കേക്ക് അടിപൊളി കേക്കായിരുന്നു. നല്ല ഞങ്ങളൊക്കെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു കേക്കിന്. അപ്പോൾ കുഞ്ഞുങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് വന്നിരിക്കുവാണ്. നമ്മുടെ ജോയ്സിൻ്റെ റാണിയുടെയും പേരൻസും അതുപോലെ തന്നെ രൂപൻ്റെയും സ്മിതയുടെയും പേരൻസും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ട് കൂടെ. ഈ സ്റ്റേജിൻ്റെ ആ ഡെക്കറേഷൻ തന്നെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. അത് കാണാനായിട്ട് ഭയങ്കര ഒരു പ്രൊഫഷണൽ ടച്ചാണ്. അതിൻ്റെ ആ ഒരു ഇലകളും, അതിൻ്റെ പേര് തന്നെ ഇല എന്നാണ്, ഇലകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതും ഹോളി കമ്മ്യൂണിയൻ്റെ ആ ഒരു തീമും എല്ലാം കൂടിയും നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റാണിയുടെ ഡാഡിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഡാഡിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഹോളി കമ്മ്യൂണിയനിൽ പങ്കെടുക്കാനും ബ്ലെസ്സിങ് ഒക്കെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനും ഡാഡിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്കും വളരെ സന്തോഷമായി ഡാഡിയെ കാണാൻ പറ്റിയതിൽ. അതുപോലെ തന്നെ ജോയ്സിൻ്റെ മമ്മിയും ആൻറ്റിയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കുഞ്ഞുമോളുടെ ഹോളി കമ്മ്യൂണിയൻ കൂടണമെന്ന്. അപ്പോൾ അതും വരാനായിട്ടും ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഡാഡി മമ്മി ഇവിടെ എത്തിയത്. അപ്പം അങ്ങനെ വരാനും ഇതിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ ചടങ്ങിലും സംബന്ധിക്കാനും കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അങ്ങനെ വലിയ വലിയ പ്രോഗ്രാംസിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ELC ബോയ്സിൻ്റെ ഡാൻസാണ് ഈ കാണുന്നത്. വിത്ത് ഗേൾസ് ഉണ്ട്. അടിപൊളി ഡാൻസായിരുന്നു. ഈ ഡാൻസ് ഇവരെ പഠിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചങ്കായ നമ്മുടെ മനോജാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമിലെടുത്തിട്ട് വളരെ ചെറിയ പ്രാക്ടീസ് ഉണ്ടായിട്ടുള്ളൂ. ആ പ്രാക്ടീസിനിടയിൽ ഇവർ ഇത്രയും നല്ല ഭംഗിയായിട്ട് കളിച്ചു, അടിപൊളിയായിട്ട് കളിച്ചു. ഇത്രയും വോയിസും പിന്നെ ഈ കുഞ്ഞുമക്കളെയൊക്കെ കൂട്ടി ഈ ഡാൻസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ മനോജിനും ടീമിനും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ. അതുപോലെ തന്നെ അടുത്ത ഡാൻസ് നമ്മുടെ ജോയ്സിൻ്റെ സിസ്റ്ററാണത്, ജോയ്സി, പിന്നെ നീതു ആൻഡ് മരിയ. അവർ 3 പേരും കൂടി 3 സ്ഥലങ്ങളിലാണ്. അവർ ഓൺലൈനിൽ പഠിച്ചിട്ടാണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. എന്തായാലും നല്ല കോസ്റ്റ്യൂമും നല്ല സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ടും അവരും അടിച്ചു പൊളിച്ചു. സൂപ്പർ പാട്ടും ഡാൻസും സ്റ്റെപ്പും ഒക്കെ ആയിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദൂരെ നിന്ന് വന്നിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കളിക്കാനായിട്ട് പറ്റിയത് അവർ പറഞ്ഞു ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡാൻസ് കഴിഞ്ഞ് അടുത്ത ഡാൻസിലേക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം ഡാൻസാണ്.
നമ്മുടെ ടീനയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 8 തരുണിമണികൾ നമ്മളെ തന്നെ പൊക്കി പറഞ്ഞേക്കാം അല്ലേ, തരുണിമണികൾ അങ്ങനെ ഡാൻസ് കളിച്ചു. ഇതിൻ്റെ കോസ്റ്റ്യൂം നോക്കി എല്ലാവർക്കും കോസ്റ്റ്യൂം ഇഷ്ടമായി, ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായി കോസ്റ്റ്യൂം. ഓൺലൈനിൽ ടീന ഓർഡർ ചെയ്ത് തന്നതാണ്. എല്ലാവർക്കും നല്ല കറക്റ്റ് പാകമായിരുന്നു, നല്ല ഡീസൻ്റ് ആയിരുന്നു കാണാനായിട്ട്. കുഞ്ഞുമോളുണ്ടായിരുന്നു കളിക്കാനായിട്ട്. നല്ല പാട്ടും നല്ല സ്റ്റെപ്പുകളും നമുക്ക് പറ്റാവുന്ന ഈസി സ്റ്റെപ്പുകളാണ് ടീന പഠിപ്പിച്ചത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് ടൈമിനുള്ളിൽ അവരവരുടെ ഫ്രീ ടൈം അനുസരിച്ചിട്ടാണിത് ടീന ഞങ്ങളെ പഠിപ്പിച്ചത്. ടീനയ്ക്കും ഞങ്ങളുടെ ടീമിനും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങി. പ്രണവ് ഇഷ്ടംപോലെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ആസ് യൂഷ്വൽ എല്ലാവരും ഗേൾസ് ആൻഡ് ബോയ്സ് ടുഗദർ നമുക്കൊരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാവുന്ന സ്റ്റെപ്പുകളൊക്കെ ഇട്ടിട്ട് ആ പാട്ടുകൾക്കൊക്കെ ചുവട് വെച്ചു. ശരിക്കും പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ നോക്കിയത് ടീന ഇട്ട സ്റ്റെപ്പുകളാണ് ഞങ്ങളൊക്കെ കോപ്പി ചെയ്തത്. അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഡാഡി ഉണ്ടായിരുന്നു കൂടെ. ഡാഡിയുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കണുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഡാഡിയുടെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുന്നത്? അതൊക്കെ എന്തൊരു ബ്ലസ്ഡ് മൂമെൻ്റ് ആണല്ലേ. എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ. സാബു ഉണ്ട്, മനോജ് ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ ഗേൾസും ഹോൾ ഗേൾസ് ടീമുണ്ട്. കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ജോയ്സൺ പറഞ്ഞു എല്ലാവരോടും വാ നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് എനിക്കൊരു 3-4 പാട്ട് പ്രണവ് പാടുകയും പ്രണവ് അവിടെ സ്റ്റേജിൽ നിന്ന് പാടുന്നുണ്ട്. ജൂഡങ്ങൾ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നോട് പറയുന്നത് കളിക്കാൻ പറയുന്നുണ്ട്. വിൽഫ്രഡ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ അറിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു സന്തോഷങ്ങൾ ഇങ്ങനെ പ്രോഗ്രാമിന് വരുമ്പം. എല്ലാവരും സാരിയൊക്കെ എടുത്ത് കണ്ടോ? ഞങ്ങളിതേ ആ ഒരു ചുരിദാറിൽ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഹോളി കമ്മ്യൂണിയൻ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു. നല്ല ഒരു ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് മൊമെൻറ്റ്സ് ആയിരുന്നു. യങ്സ്റ്റേഴ്സും കൊച്ചുപിള്ളേരും ടീനേജേഴ്സും നമ്മുടെ പ്രായത്തിലുള്ളവരെല്ലാവരും ഒരേ തരത്തിൽ എൻജോയ് ചെയ്തു.